വാർത്തയാണ്. അതിന്റെ താഴെ 16 കോടി രൂപ കിട്ടിയെന്ന് പറയുന്നു. കിട്ടിയെന്ന് പറയപ്പെടുന്നു. എന്തവർ പറയുന്നു? നമ്മൾ സത്യമല്ല. അവർ പറയുന്നു ഇയാളപ്പായുടെ രാഷ്ട്രീയം, ആ എഴുതുന്ന ലേഖന്റെ ദുഷിച്ച മനസ്സിൽ കിടക്കുന്ന രാഷ്ട്രീയം. നമ്മൾ വാർത്തയാണ്. ആർക്കാണ് 16 കോടി റോഡ് വരുമ്പോൾ ചുറ്റുപാട് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം വളരെ അണിരോഗ വിധത്തിന്റെ താഴെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നത് ശരിയാണോ? അങ്ങനെയാണോ പത്രപ്രവർത്തനം? അതൊരു പ്രധാന വാർത്തയാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് സന്തോഷം കൊടുക്കുന്ന, അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നൊരു വാർത്ത അറിയിക്കുന്നതിന് പകരം ഈ പറഞ്ഞ വേറെകൾ കാണിച്ചാൽ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ജനങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഈ എന്ത് നിങ്ങൾ പ്രാദേശികമായ വാർത്തകൾ കൊടുക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് ചമച്ച് എന്തുകൊണ്ട് കിട്ടുള്ളൂ? ഞാൻ ധൈര്യമായിട്ട് പറയാം, ആരും വിശ്വസിക്കില്ല. എന്നാൽ സത്യം അറിയാൻ വേണ്ടി ആദ്യം നോക്കുന്ന പ്രാദേശിക ചാനലിലാണ് എന്താണ് നടന്നത്. ഇപ്പൊ പുന്നലയിൽ ഒരു സംഭവം നടന്നു. പുന്നല ലേഖന അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നേച്ച് അവിടെ കൊടുക്കുന്നറിയാമേ. പക്ഷെ ആ ഉദാഹരണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് സത്യമാണ്. ഇത് മറ്റേ ആൾക്ക് വിരോധം കൊണ്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നത്. അതൊന്നും കൊണ്ട് 24 വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ വരും. എന്നെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ഞാൻ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ എന്നെ ശിക്ഷിക്കുന്നത്. ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയില്ല, ഈ രാജ്യത്ത് കോടതികളില്ലേ, സത്യസന്ധമായ കോടതികൾ നിയമവ്യവസ്ഥയുടെ രാജ്യത്ത് അസത്യം പ്രചരിപ്പിച്ചാൽ മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു സ്ഥലമുള്ളൂ, അത് കോടതിയാണ്. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കോടതിയാണ്. കാരണം നിരപരാധികളെ ക്രൂശിക്കാൻ ശ്രമിക്കും. നമുക്കറിയാം, പലരും ശ്രീ കുഞ്ഞാലിക്കുട്ടിമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു മാധ്യമത്തിൽ റേറ്റിംഗിൽ കയറാൻ പറ്റൂ എന്നൊരു ധാരണയുണ്ട്. എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ നാട്ടുകാരനായ, നമ്മുടെ ഈ നാട്ടുകാരനായ ശ്രീ ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലിൽ ഈ വക വൃത്തികളുള്ളൊന്നും കാണിക്കാതെ റേറ്റിംഗിൽ മുന്നിലെത്തി എന്നുള്ളത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മാതൃകയാകേണ്ട ഒരു കാര്യമാണ്. ഞാൻ എതിർത്തൊന്നും പറയാറില്ലെങ്കിലും പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ കഴിയും. ഇപ്പം 10ാമത്തെ ഒരു വികസന പ്രവർത്തനങ്ങൾ വന്നു, അതിലെന്തെങ്കിലും ഒരു കാലതാമസം നേരിട്ടാൽ അതിൽ ആളെ സംഘടിപ്പിക്കാൻ മാധ്യമപ്രവർത്തകരുടെ കാര്യമില്ല, വാർത്തകൾ പ്രസിദ്ധീകരിക്കും. ചില ആളുകൾ ചില വീടുകളിൽ കയറിയിരിക്കുക, കണ്ടില്ലയോ ഇവിടെ റോഡ് പണിയും പൊടി പറക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കുഴി കണ്ടിരിക്കും എന്നൊക്കെ ചോദിച്ച് ഇളക്കണ്ടായിരുന്നു. ഇവിടെ പൊടി പറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വീടുകളിൽ കയറി കാൻവാസ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരൻ്റെ ജോലിയാണ്. അത് പത്രപ്രവർത്തകർ പല രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകും. പക്ഷെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സത്യസന്ധമായിട്ടുള്ള പറഞ്ഞാൽ കേൾക്കാൻ രസമുള്ളൂ. പക്ഷെ ഒരു കാര്യം, കള്ളം പലവട്ടം പറഞ്ഞാലും അത് കള്ളമായി തന്നെ ചെയ്തില്ല. കാലം കടന്നു പോകുമ്പോൾ ഇത് സസത്യമായിരുന്നു തെളിയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ടയ്ക്കിരയാളാണ്. 2001 10ാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതിന്റെ അന്ന് രാവിലെ മുതൽ, തൊട്ടടുത്ത ദിവസം രാവിലെ മുതൽ മാധ്യമ വേട്ടയ്ക്കിരയായി.